ഇന്ന് എനിക്ക് ചെയ്യുന്നുണ്ട്? എങ്ങനെ പോലും ഒരു 1.5 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യാനിപ്പം ചെയ്യുന്നു. അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ റേറ്റിംഗ് എങ്ങനെയാണ് താഴുന്നത്, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നോർത്ത് ഇന്ത്യൻസിന് വേണ്ടി മാത്രം തുടങ്ങിയ മെസ്സായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു 5000 പേരെങ്കിലും എൻ്റെ അടുത്ത്, ഞാൻ സൺഡേ ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു 1 സ്റ്റാർ വീണ് കഴിയുമ്പോൾ നമ്മുടെ 5 5 സ്റ്റാർ പോകും. അപ്പം നമ്മുടെ റേറ്റിംഗ് താഴേക്ക് വരും. ഇപ്പം എത്ര സ്റ്റാഫുകൾ കാണും? ഇപ്പോഴും ഒരു സ്റ്റാഫില്ല. ഞങ്ങൾ 4 പേരാണ് ഞങ്ങളുടെ സ്റ്റാഫുകൾ. അതിജീവനത്തിനായി പല അമ്മമാരും ഈ നാട്ടിലുണ്ട്. വീടുകളിൽ പല സംരംഭങ്ങൾ തുടങ്ങി വെക്കുന്നു. എന്നാൽ കോവിഡ് സമയത്ത് വെറും 20,000 തുടങ്ങി ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു സ്പാർക്കുള്ള കഥയുമായാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. വേറെ ആരുമല്ല, രാജ്യശക്തി എന്ന് പറഞ്ഞ മാമാണ്. നമസ്കാരം മാം. നമസ്കാരം. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ കുറേ വൈറലായിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞതുപോലെ കോവിഡ് സമയത്താണ് തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു ഈ ഒരു ബിസിനസ്, അതായത് കുക്കിംഗ് എന്ന ഒരു ബിസിനസ്സിലേക്ക് ഒരു ആശയം തോന്നിയത് എങ്ങനെയായിരുന്നു? അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം പണ്ട് മുതലേ ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ നമ്മൾ കോവിഡ് സമയം എന്ന് പറയുമ്പം വേറെ ഒന്നിനും ഒരു സ്കോപ്പ് ഇല്ലല്ലോ. അതെ, ഒന്നിനും പുറത്തേക്ക് നമ്മൾക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ എന്ത് വന്നാലും ഭക്ഷണം എല്ലാവർക്കും വേണം. അപ്പം അതില്ലാത്തൊരു ജീവിതം ആർക്കും ഇല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ മോനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോയിൽ ഹോട്ടലുകളിൽ നിന്നൊക്കെ എടുക്കുന്നു, അപ്പോൾ അതുപോലെ വീടുകളിൽ നിന്ന് എടുക്കുമോ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിപ്പം പറഞ്ഞാൽ എടുക്കുമായിരിക്കും അമ്മ, എന്നാലും എല്ലാവർക്കും ഹോട്ടൽ ഫുഡൊക്കെ അല്ലേ ഇഷ്ടം. അപ്പോൾ പിന്നെ അത്ര സക്സസ് ആവുമെന്നൊന്നും തോന്നില്ല. പിന്നെ ആലുവയെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഹോട്ടലുകളും മുക്കിനുള്ള സ്ഥലവുമാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം, പറ്റിയില്ലെങ്കിൽ നമുക്കങ്ങ് നിർത്താം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അപ്പോൾ അവ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. 1-2 ദിവസമൊക്കെ ഇവരങ്ങ് കളഞ്ഞു. പിന്നും എനിക്കൊരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം, എന്നാലേ നമ്മൾക്കൊന്ന് പിടിച്ച് നിൽക്കാനും പറ്റുള്ളൂ. കാരണം കോവിഡ് സമയവും കാര്യങ്ങളും 1 വർഷത്തോളം ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതെൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇവരുടെയൊക്കെ പുറകെ നടന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അവൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പം നമുക്കറിയില്ല എങ്ങനെ ഇത് തുടങ്ങണം, എവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്, എന്തൊക്കെയാണ് വേണം ഒന്നും അറിയില്ല. അപ്പം ഞാനും മോളും കൂടെ മെല്ലെ അക്ഷയയിൽ പോയി. അവിടെ പോയി ചോദിച്ചു എന്താണ് ലൈസൻസ്, എന്തൊക്കെ വേണം, ഏതാണ്. അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം പോയി ഞങ്ങൾ ഫസ്റ്റ് ലൈസൻസ് എടുത്ത് വന്നിട്ട് മോൻ പിന്നെ സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും മെയിൽ ചെയ്തു. മെയിൽ ചെയ്തിട്ടും റെസ്പോൺസ് ഒന്നുമില്ല. കാരണം കോവിഡല്ലേ, അപ്പം വലിയ ഇതൊന്നുമില്ല. അപ്പോൾ 1 മാസത്തോളമായിട്ടും ഒന്നുമില്ല. അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്ക് പിന്നെ ആകെ ഒരു വിഷമം, അത് പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാവിലെ ബുധനാഴ്ച ദിവസം പത്രം വായിച്ചപ്പോൾ അതിലിങ്ങനെ ഒരു പരസ്യം കണ്ടു, ഡെലിവറി പാർട്ണർ ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ അതിലൊരു കോൺടാക്ട് നമ്പറുണ്ട്. ഞാൻ ഈ നമ്പറിൽ വിളിച്ചു, എനിക്കിങ്ങനെ റെസ്റ്റോറൻറ്റ് പാർട്ണറാവാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കോഴിക്കോടുള്ള നമ്പറാണ്. അപ്പോൾ പുള്ളി എനിക്ക് കൊച്ചിയിലെ നമ്പർ തന്നു. അങ്ങനെ ആ നമ്പറിൽ വിളിച്ചപ്പോഴേക്കും ആ പുള്ളി പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് എന്നോട് പറഞ്ഞു മെനു റെഡിയാക്കി അയച്ചു തന്നു. അപ്പോൾ ലൈസൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എല്ലാം ഒരു 2 ദിവസത്തിനുള്ളിൽ ആളെല്ലാം റെഡിയാക്കി തന്നെങ്കിലും നമ്മളിപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചു. പക്ഷേ പിന്നെ ഇത് എന്താ ഏതാ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ രാവിലെ ഇതുപോലെ നമ്മളെല്ലാവരും കൂടി ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിരിക്കുമ്പോൾ ഫോണിലൊരു റിങ്. അപ്പോൾ സാധാരണ നമ്മുടെ വാട്സപ്പും ഇതിൻ്റെ കോളിൻ്റെ ഒന്നും അല്ല. അപ്പോൾ ഇതെന്താണെന്നപ്പോൾ പെട്ടെന്ന് മോൻ പറഞ്ഞു ഓർഡർ എങ്ങാനോ അടിച്ചതായിരിക്കും എന്നും പറഞ്ഞ് ഓടി വന്ന് ഫോണെടുത്ത് നോക്കുമ്പോൾ ഓർഡർ വന്നിരിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയില്ല ഇതെന്താ എങ്ങനെയാ ഒന്നും അറിയില്ല. പിന്നെ എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ബർഗറും ബ്രെഡ് ഓംലെറ്റും സാൻഡ്വിച്ചും ഇത് 3 വന്ന ഓർഡർ. പിന്നെ അപ്പം തന്നെ എല്ലാവരും കൂടി പോയി പെട്ടെന്ന് ചെയ്ത് കൊടുത്തു. പറയാൻ മറന്നുപോയി, മാമിന്റെ ബ്രാൻഡിന്റെ പേര് ക്ലൗഡ് വിത്ത് കിച്ചൺ അല്ല, ഫ്രം ദ കിച്ചൺ ആണ്. എന്താ ഫ്രം ദ കിച്ചൺ എന്നുള്ളൊരു പേര് തന്നെ? കിച്ചണിൽ നിന്നും, നമ്മുടെ ഫ്രഷ് ആയിട്ട് അടുക്കളയിൽ നിന്നും ഉള്ള. അപ്പം പെട്ടെന്ന് നമുക്കൊരു പേര് വേണം, നമുക്ക് ലൈസൻസ് എടുക്കുമ്പോൾ ഒരു പേര് വേണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ 1-2 ദിവസം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം മോനും മോളും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് ഫ്രം ദ കിച്ചൺ എന്ന് ഇടാം. അപ്പം നമ്മുടെ കിച്ചണിൽ നിന്നുള്ള ഒരു ആ ഒരു ഇതിലാണ് അവർ ഫ്രം ദ കിച്ചൺ. ഞാൻ കേട്ടായിരുന്നു അവിടുത്തെ ഈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുളക് പൊടി ആയാലും എല്ലാ പൊടികളും മാം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ, അന്ന് മുതൽ ഇന്ന് വരെ. അപ്പോഴല്ല, നമ്മൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ടിപ്പോൾ എൻ്റെ വീട് മുതലേ നമ്മൾ മുളകും മല്ലിയും സാധനങ്ങളും വാങ്ങി പൊടിച്ചപ്പോൾ വീട്ടിലാണെങ്കിൽ മഞ്ഞൾ, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷികളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡയറക്റ്റ് എടുത്ത് അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ എടുത്ത് ഇന്നും
ഇപ്പം ഗോതമ്പ് വരെ നമ്മൾ വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിച്ചു. അങ്ങനെയാണ് അത് ഈ കൊടുക്കുന്നത്. ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ 20,000 രൂപ എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്നുമായിരുന്നു മാമിന്? അത് ഞാൻ ഗോൾഡ് പണയം വെച്ചു. കാരണം കോവിഡ് സമയത്ത് നമ്മുടെ കയ്യിൽ വലിയ ഫണ്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം ഒരാളുടെ വരുമാനമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു. അപ്പം നമുക്ക് അതിലേക്ക് വിനിയോഗിക്കാൻ നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സ്വർണം പണയം വെക്കാം. വെറും ഒരു 20,000 രൂപയിൽ തുടങ്ങി എത്ര രൂപയുണ്ട് മന്ത്ലി ഇൻകം? ഇന്ന് എനിക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെ പോലും ഒരു 1.5 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യാനിപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഡെലിവറി ഒക്കെ ഉണ്ട്? പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ സ്വിഗ്ഗി സൊമാറ്റോ ഉണ്ട്. അല്ലാതെ പിന്നെ എനിക്ക് മെസ്സായിട്ടുണ്ട്, മന്ത്ലി മെസ്സുണ്ട്. ഇപ്പം ബാങ്കിൻ്റെ സ്റ്റാഫുകളുണ്ട്. ഇന്നിപ്പോൾ ശരിക്കും ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റാഫുകൾക്ക് വേണ്ടി തുടങ്ങി. ഇന്നിപ്പോൾ എനിക്ക് ബാങ്ക് സ്റ്റാഫുകളേക്കാൾ ഏറ്റവും കൂടുതൽ ഫാമിലീസാണ്. അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ, കാരണം മക്കളൊക്കെ പുറത്താണ്. അപ്പോൾ അവരൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അവർ നമ്പർ എടുത്തിട്ട് നമ്മളെ വിളിച്ച് അപ്പോൾ അച്ഛനും അമ്മമാർക്ക് 3 നേരത്തെ ഫുഡും. അപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും ആലുവ മുതൽ വാഴക്കുളം വരെ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഏതാണ്ട് വാഴക്കുളം എന്ന് പറയുമ്പോൾ ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട്. അതുവരെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഫേമസ് കുട്ടി ഇഡലി എന്ന് പറഞ്ഞാൽ മിനി ഇഡലി ഓർഡർ ഏറ്റവും കൂടുതൽ വരുന്നത് അത് ഇപ്പോഴും അത് തന്നെയാണ്. കാരണം അത് മക്കൾക്ക് വിശേഷം വലിയ പ്രിയമാണ്. കാരണം നല്ല കുഞ്ഞി ഇഡലി ഉണ്ടാക്കി അതിൽ ചൂട് സാമ്പാറും നെയ്യും, ഇതാണ് അതിൻ്റെ. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റ്. വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അതായിരുന്നു മിനി ഇഡലി. അതിപ്പോൾ നമുക്ക് നല്ല തിരക്കാണെങ്കിൽ ഇപ്പോഴും അതിൽ നല്ല ഓർഡർ അതിനുണ്ടാവും. ഏറ്റവും കൂടുതൽ ചായ പോകുന്നുണ്ടല്ലേ? ചായ പോകും. അപ്പോൾ എന്തൊക്കെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാമിൻ്റെ? ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട്, പിന്നെ വീറ്റ് ദോശ, വീറ്റ് പുട്ട്, അത് ഇത്രയാണ് ഞാൻ മെയിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും. പിന്നെ നെയ് റോസ്റ്റ്, പിന്നെ ബ്രെഡ് ഓംലെറ്റുകൾ, സാൻഡ്വിച്ചിൻ്റെയൊക്കെ തന്നെ കുറച്ച് വെറൈറ്റി സാൻഡ്വിച്ചുകൾ, ബ്രെഡ് ഓംലെറ്റും അതുപോലെ തന്നെ. ഇത്രയാണ് മെയിനായിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കൂടുതലും. നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ നോർത്ത് ഇന്ത്യൻ ചെയ്യും. എനിക്ക് ശരിക്കും നോർത്ത് ഇന്ത്യൻസിനാണ് ഞാൻ ആദ്യം മെസ്സ് തുടങ്ങിയത്. ഫെഡറൽ ബാങ്കിൻ്റെ ഒരു 2 സ്റ്റാഫുകൾ നോർത്ത് ഇന്ത്യൻസ് വന്ന് അവരെന്നോട് ഇങ്ങോട്ട് വന്ന് ഗൂഗിൾ നോക്കി വന്ന് അവർക്ക് നല്ല ഫുഡ് കിട്ടുന്നില്ല, അപ്പം നമ്മൾ കൊടുക്കണം. അപ്പം അന്ന് നമ്മൾ മെസ്സൊന്നും ഇല്ല, സ്വിഗ്ഗി സൊമാറ്റോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, ഇപ്പോൾ 2 പേർക്കായിട്ട് ഫുഡ് കൊടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല, എല്ലാം കൂടെ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങ് പോയി. അടുത്ത ദിവസം ഇവർ വീണ്ടും വന്നു. അപ്പോഴും ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചിട്ട്, ഹിന്ദിക്കാരാണല്ലോ, അപ്പോൾ വന്നപ്പോൾ പുള്ളി പറ്റില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പോയിട്ട് 3-ാമത്തെ ദിവസം നോക്കുമ്പോൾ വീണ്ടും അവർ വന്ന് വീട്ടിൽ നിൽക്കുന്നു. അവർക്ക് ഫുഡ് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ എന്നോട് ആൾ പറഞ്ഞിട്ട് നീ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് കൊടുക്കുക, അപ്പോൾ പാവങ്ങളല്ലേ അവരിങ്ങനെ വന്ന് അപ്പോൾ ഞാൻ അവരോടൊരു സജഷൻ വെച്ചു, ഞാൻ 2 പേർക്ക് 10 തരാം, പക്ഷേ എനിക്ക് 10 ആളെ വേണം ആക്കി തന്നെ. കാരണം ഈ 2 പേർക്കും മെനക്കിടുന്നതും 10 പേർക്ക് കൊടുക്കുന്നതും ഒരുപോലെയാണ്. അപ്പോൾ എനിക്കതൊരു 10 പേർക്കുള്ള ആളെ അവർ ഓക്കെ പറഞ്ഞു, ഞാൻ 10 പേരെ, പക്ഷേ അവരെനിക്കൊരു 15 പേരെ റെഡിയാക്കി തന്നു. ഓക്കെ. അങ്ങനെ നോർത്ത് ഇന്ത്യൻസിന് വേണ്ടി മാത്രം തുടങ്ങിയ മെസ്സായിരുന്നു. പിന്നെ അവരിൽ നിന്ന് മലയാളികൾ അറിഞ്ഞിട്ടാണ് പിന്നെ മലയാളി പിള്ളേരും ഫെഡറൽ ബാങ്കുകാർ ഇങ്ങനെ വന്ന് പിന്നെ ആലുവയിലുള്ള എല്ലാ ബ്രാഞ്ചുകളിലേക്കും നമ്മൾ കൊടുക്കാൻ തുടങ്ങി. അന്ന് 2 നേരത്തതേ ഉണ്ടായിരുന്നുള്ളൂ. നോർത്ത് ഇന്ത്യൻസിന് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, അപ്പം ലഞ്ചും ഡിന്നറും മാത്രം മതിയായിരുന്നു. അത് കൊടുത്തു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മലയാളീസ് വന്നപ്പോഴത്തേക്ക് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണം. ഇപ്പം 3 നേരത്തെ ഫുഡുകാർ മാത്രമേ ഉള്ളൂ, 2 നേരത്തേക്ക് ആരും ഇല്ല. അപ്പോൾ അത്രയും നമ്മൾക്ക് ജോലി കൂടി. ഇത്ര പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേണം, ലഞ്ച് വേണം, ഡിന്നർ. അപ്പോൾ ഞാൻ കാര്യം ചെയ്യണം, ഈ കോവിഡ് കാലത്ത് ആരായിരുന്നു മാമിനെ സഹായിച്ചിരുന്നത് വീട്ടിൽ? എന്തായാലും വേറെ സ്റ്റാഫിനെ ഒന്നും വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആയിരുന്നു. എൻ്റെ മോള് ആയിരുന്നു കൂടുതലും സഹായിക്കുന്ന, മോള് തന്നെയായിരുന്നു. അത് അന്നും ഇന്നും. ഇപ്പോഴും അവൾ പഠിക്കാൻ പോകുന്നു, അവളുടെ മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടെങ്കിൽ പോലും വെളുപ്പിന് 3:30 മണിക്ക് ഇപ്പോൾ എഴുന്നേക്കും. ഹസ്ബൻഡ് 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് ചോറിനുള്ള ഇത് തുടങ്ങും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന് ആ കിച്ചണിലെ പണികൾ തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു 4 മണിക്ക് മോള് എഴുന്നേറ്റ് വരും. മോള് എഴുന്നേറ്റ് വന്നാൽ അപ്പം നമുക്ക് രാവിലെ തന്നെ 6:30 ആകുമ്പോഴേക്കും ചോറും കറികളും എല്ലാം റെഡിയാവണം, ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കറികളും റെഡിയാവണം. അപ്പോഴേക്കും ഞാൻ കറികൾ ഉണ്ടാക്കുമ്പോൾ മോള് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ളപ്പോൾ ദോശ, ഇഡ്ഡലി, അപ്പം, പുട്ട് ഇങ്ങനെ ഓരോ ദിവസം മാറിയായിരിക്കും. അപ്പോൾ അതെന്താണോ അതൊരു സ്റ്റൗവിലേക്ക് എൻ്റെ അടുത്ത് അവളവിടെ അങ്ങ് നിൽക്കും. നിന്നിട്ട് അത് എത്രയും അവൾ ഒരൊറ്റ നിപ്പിൽ നിന്ന് ഇപ്പോൾ ഏകദേശവും രാവിലെ നമുക്കൊരു 45-50 പേർക്ക് അടുത്ത് ഉണ്ട്. അത്രയും പേർക്കുള്ള, ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ഒരു 75 പേരൊക്കെ ഉണ്ടായിരുന്നതുണ്ട്, സമയമുണ്ട്. അന്നും
രാവിലെ അവൾ എഴുന്നേറ്റ് നിന്ന് ഇത്ര പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവൾ റെഡിയാക്കി. ഞാൻ കേട്ടായിരുന്നു ഈ കുക്കിങ്ങിൽ മാത്രമല്ല ഡെലിവറിയിലും മോള് സഹായിക്കുന്നു. പിന്നെ അന്ന് മോൻ വേറെ ജോലിക്ക് പോകുന്ന സമയവും കൂടെയാണ്. അവളൊരു കമ്പനി ജോലിക്ക് പോവുക. അപ്പം ഡെലിവറി ഇപ്പോൾ രാവിലെ അവൾ അത്യാവശ്യം അച്ഛൻ കൊണ്ടുപോകും, ഉച്ചയ്ക്ക് മോള് കൊണ്ടുപോകുന്ന വെച്ചാൽ അവൾ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഫുഡൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് അതൊക്കെ ആയിട്ട് ഇറങ്ങി വന്ന് ആലുവയിൽ ഇപ്പം ഫെഡറൽ തന്നെ 3-4 ബാങ്കുകളുണ്ട്. ആ എല്ലാ ബാങ്കുകളിലും ഉള്ളവർക്ക് അവിടെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് അവൾ മെട്രോയിൽ പോകുന്നത്. പിന്നെ വൈകിട്ട് വന്നതിന് ശേഷം ഞാനെല്ലാം റെഡിയാക്കി വെക്കും, വീണ്ടും അത് കൊണ്ടുപോയി അങ്ങനെ കൊടുക്കും. അതായത് ഈ തുടങ്ങും മുന്നേ ജോലി നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളൊരു കഥ. അതെ. എന്തായിരുന്നു ജോലി? ഞാനൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ഒരു നെബോഷ് സേഫ്റ്റിയുടെ ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അവിടെയാണ് ഞാൻ കോവിഡ് വരെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നാണല്ലോ നമുക്ക് ആ ഒരു ജോലി പോകുന്നത്. പെട്ടെന്നൊരു ദിവസം ഇതായപ്പോഴത്തേക്കൊരു ഫെബ്രുവരിയിലോ അങ്ങനെ മറ്റോ മാർച്ചിലോ ആണെന്ന് തോന്നുന്നു നമുക്ക് ജോലി അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്ക് പിന്നെ വന്നപ്പോൾ എല്ലാം ഓൺലൈനായില്ലേ. ഓൺലൈനൊക്കെ ആയപ്പോൾ പിന്നെ അവിടെ സ്ഥാപനങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല, ഒന്നുമില്ല, നമുക്ക് ജോലിയില്ല. അപ്പോൾ ഒരു വർഷം ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾക്ക് അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ട് വന്നു. അപ്പം അങ്ങനെയാണ് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം. പക്ഷെ ഒരിക്കലും ഇത്ര സക്സസ് ആയി കിട്ടുമെന്നോ ഒന്നും നമ്മളൊരു പ്രതീക്ഷ, ജസ്റ്റ് തുടങ്ങുക, വിജയിച്ചില്ലെങ്കിൽ അതവിടെ നിർത്താം. നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരുന്നില്ലല്ലോ. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ അപ്പോഴും തുടങ്ങുമ്പോൾ ഇപ്പോൾ 20,000 രൂപ മുടക്കിയെന്ന് പറഞ്ഞാലും കുറച്ച് അത്യാവശ്യം പാത്രങ്ങൾ, പിന്നെ പാക്കിങ്ങിൻ്റെ സാധനങ്ങൾ, അല്ലാതുള്ള നമുക്കുള്ള റോ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾക്കിതിൽ നിന്ന്. അന്നും എങ്ങും ആലുവ കടകളില്ല, ലുലു വന്നിട്ട് അവിടെ നിന്നാണ് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ അന്ന് നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടില്ല, വേറെ സ്റ്റൗകൾ മേടിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇല്ല. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനം. അതും അന്ന് നമുക്കൊരു സിംഗിൾ ഡോർ ഫ്രിഡ്ജാണുള്ളത്. ആ ഒരു ഫ്രിഡ്ജിൽ ഇപ്പോഴും നമ്മൾ ചിന്തിക്കും അന്നൊക്കെ അത്യാവശ്യം മാവൊക്കെ അരച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു ഫ്രിഡ്ജിൽ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു എന്ന്. ഇപ്പം ഇന്ന് 3 ഫ്രിഡ്ജാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 വലിയ ഡബിൾ ഡോർ ഫ്രിഡ്ജും ആ പഴയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ സിംഗിൾ ഡോറും. ഇപ്പോൾ ഈ 3 ഫ്രിഡ്ജും നിറച്ചെനിക്ക് സാധനങ്ങളുണ്ടാവും. കാരണം പച്ചക്കറികളായാലും അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ മീറ്റ് വർഗ്ഗങ്ങളൊന്നും നമ്മൾ ഫ്രിഡ്ജ് വെക്കില്ല. ഇപ്പം നാളത്തേക്കുള്ള മീനാണെങ്കിൽ നമ്മൾ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് വൈകിട്ട് നന്നാക്കി വെച്ചിട്ട് രാവിലെ കറി ഉണ്ടാക്കും. ഇപ്പം ചിക്കൻ ആണെങ്കിൽ അതുപോലെ നാളെ വയ്ക്കാനുള്ളതാണെങ്കിൽ ഇന്ന് വൈകിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് കറി റെഡിയാക്കി വെച്ചിട്ട് നാളെ കറി വെച്ച് അങ്ങനെ കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഫ്രീസർ ചെയ്യില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് മാവുകൾ, കാര്യങ്ങൾ, തേങ്ങകൾ ചുരണ്ടി വയ്ക്കുക. പിന്നെ പച്ചക്കറി നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരുമിച്ച് കൊണ്ടുവന്ന് കുറേ പച്ചക്കറികൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കേണ്ടതുണ്ടല്ലോ. അപ്പം അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക്. ആദ്യ സമയത്ത് ഈ പറഞ്ഞ സ്റ്റാഫുകൾ ആരും ഇല്ലായിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പം എത്ര സ്റ്റാഫുകൾ കാണും? ഇപ്പോഴും ഒരു സ്റ്റാഫില്ല. ഞങ്ങൾ 4 പേരാണ് ഞങ്ങളുടെ സ്റ്റാഫുകൾ. 4 പേരും ഒരുപോലെ ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട്. ഒരു ദിവസം എത്ര ഓർഡർ മിനിമം കിട്ടാറുണ്ട്? മിനിമം എനിക്കിപ്പം സാറ്റർഡേ സൺഡേ വന്നാൽ ഒരു 30-35 ഓർഡറൊക്കെ വരുന്ന ദിവസങ്ങളുണ്ട്, സ്വിഗ്ഗി സൊമാറ്റോ മാത്രം. അതിന് മുന്നേ ഈ 7 മണി വരെയുള്ള സമയം എന്ന് പറയുമ്പം നമ്മൾ ഈ 50 പേർക്കുള്ള ഫുഡ്, ചോറും കറികളും എല്ലാം ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ 7 മണിക്ക് മുന്നേ ഉണ്ടാക്കി 6:30. ഇപ്പം 6:30 ഫസ്റ്റ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്ക് ഇതെല്ലാം ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുത്തിടുക. അപ്പം മിക്ക പേർക്കും ഇപ്പോൾ രാവിലെ തന്നെ, കാരണം ഈ ഓഫീസിലൊക്കെ പോകേണ്ടവരുണ്ട്, അപ്പോൾ അവർക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം സമയത്ത് പാക്കിങ് ആവണം. ആ സമയത്ത് പാക്ക് ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം ഫസ്റ്റ് കൊടുക്കാനുള്ളവരുടെ കൊടുക്കും. അത് കൊണ്ടുപോയി വരുമ്പോഴത്തേക്ക് ബാക്കി 7 മണിയാകുമ്പോഴത്തേക്ക് ബാക്കി ഒരുവിധം എല്ലാവർക്കുള്ളതും പാക്ക് ചെയ്ത് വെക്കും. പാക്ക് ചെയ്ത് വെക്കുമ്പോഴേക്ക് പിന്നെ മോനും മോളും കൂടെ ഡെലിവറിക്ക് പോകും. ഡെലിവറിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് 7 മണിയാവും. ഈ 7 മണിക്ക് ചിലപ്പം ആദ്യത്തെ പാത്രങ്ങളൊന്നും കഴുകി തീരില്ല പണി. അതിന് മുന്നേ തന്നെ എനിക്ക് സ്വിഗ്ഗി സൊമാറ്റോ ഓർഡർ വന്നു തുടങ്ങും. പിന്നെ അതവിടെ ചില ദിവസങ്ങളൊരു ചായ കുടിക്കാനുള്ള സമയം എനിക്ക് കിട്ടില്ല. എനിക്ക് ആ ദിവസം ഭയങ്കര ദേഷ്യം വരും. കാരണം രാവിലെ വെളുപ്പിലെ എഴുന്നേൽക്കുന്നില്ലേ, അപ്പം നമുക്ക് നല്ല വിശപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചാൽ നല്ല ധൈര്യം, പിന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ആ സമയത്തൊരു ചായ കുടിക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോഴേക്കും ഓർഡർ വന്നിരിക്കും. കറക്റ്റ് 7 മണിയിൽ നിന്ന് നോക്കിയിരിക്കും, അപ്പം തന്നെ വരും. പിന്നെ ആ സമയത്ത് പെട്ടെന്ന് ചിലപ്പം നമ്മൾ ഇഡലി ആണെങ്കിൽ മാത്രം ഞാൻ കുറച്ച് അടുപ്പൊഴിയുമ്പോൾ അതങ്ങോട്ട് ചെയ്ത് വെക്കും. കാരണം ഇഡലി നമുക്ക് പിന്നെ അപ്പോഴും ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ റിസ്ക്കാണ്. ഇഡലി മാത്രം ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഇഡലി വരില്ല.
അപ്പം വരും. ഒരു ഓർഡറിൽ തന്നെ ദോശ ഉണ്ടാവും, അപ്പം ഉണ്ടാവും, പുട്ടുണ്ടാവും, ചായ ഉണ്ടാവും, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാൻഡ്വിച്ച് ഉണ്ടാവും. ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 ഐറ്റം ആയിരിക്കും ഓർഡർ വരുന്നത്. അപ്പോൾ ഇത് ഇത്ര റെഡിയാക്കണം. അത് ആകെ നമുക്ക് കിട്ടുന്നത് 20 അല്ലെങ്കിൽ 25 മിനിറ്റ്. ചിലപ്പോൾ ഈ ഒരു സമയത്ത് 3-4 ഓർഡർ തന്നെ വരും. അപ്പം എത്ര ഓർഡർ ഉണ്ടെങ്കിലും ഇപ്പം ഞങ്ങൾ 2 പേരും കൂടി, പിന്നെ ഇപ്പം അമ്മയുണ്ട്, എൻ്റെ അമ്മയുള്ളത് കൊണ്ട് അമ്മ എന്തെങ്കിലുമൊക്കെ അരിഞ്ഞ് പിറക്കി ഇപ്പം അതിൻ്റെ ഇടയിൽ എഗ് പുട്ട്, എഗ് ദോശ അങ്ങനെയുള്ള സാധനങ്ങൾ വരും. അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സമയവും ഒക്കെ വേണം. അപ്പം അമ്മ ഉള്ളത് കൊണ്ട് ഇപ്പം അതിനുള്ളത് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി. കേട്ടിരുന്നു ഓർഡർ കിട്ടിയതിന് ശേഷമാണ് ഉണ്ടാക്കി തുടങ്ങുക, നേരത്തെ ഉണ്ടാക്കി വെക്കില്ലായിരുന്നു. ഒരു സാധനം ഉണ്ടാക്കി വെക്കില്ല. എല്ലാം എനിക്ക് ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇനിയിപ്പോൾ ദോശയായാലും അപ്പമായാലും പുട്ടാണെങ്കിലും. ഞാൻ പറഞ്ഞ ഇഡ്ഡലി മാത്രം ചില ദിവസം രാവിലെ ഉണ്ടാക്കി വയ്ക്കും. ബാക്കി എല്ലാം ആണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും കൂടി ചൂടാക്കി തന്നെ ചൂടോട് തന്നെ ആയിരിക്കും ഇഡ്ഡലി കൊടുക്കുന്നത്. ബാക്കി എല്ലാം എനിക്ക് ഓർഡർ വന്നിട്ട് മാത്രമേ ഉണ്ടാക്കുള്ളൂ. മറ്റൊരു സ്പാർക്കുള്ളൊരു കഥയും കൂടെ മാമിനുണ്ടല്ലോ, അതായത് ഈ വഴിയിലുള്ളവർക്കൊക്കെ ഫുഡ് കൊടുത്തിരുന്നു, മകളായിട്ട് പറഞ്ഞിട്ട്. അതിപ്പോഴും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കേട്ടോ. ഇപ്പോൾ ശരിക്കും ആലുവയിലേക്ക് നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് നിർത്താൻ, ഇപ്പം മാർക്കറ്റിൻ്റെ അവിടെ സാധനം വാങ്ങിക്കുന്ന കടയുടെ അവിടെയോ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ആളുകൾ ഓടി വന്ന് വണ്ടിയുടെ അടുത്ത് കൂടെ നമ്മൾ ഫുഡ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. ആഴ്ചയിൽ ഒരു 5 പേർക്കെങ്കിലും ഞാൻ കൊടുക്കും. പിന്നെ മന്ത്ലി ഒരു ദിവസം ഒരു 10-30 പേർക്കെങ്കിലും അവിടെ അത്യാവശ്യമുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കും ഞങ്ങൾ. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണ് മാമിൻ്റെ സ്വിഗ്ഗിയിൽ 3 സ്റ്റാർ മനഃപൂർവ്വമായിട്ട് കൊടുത്തു. അങ്ങനെ ഒരു 3 സ്റ്റാറില്ല, 1 സ്റ്റാറും ഇട്ടിട്ടുണ്ട്. ഞാൻ തുടങ്ങിയ സമയങ്ങളിൽ അന്നൊക്കെ സ്വിഗ്ഗിയിൽ നമുക്കൊരു ഓർഡർ വന്നാൽ ആരാണ് ഓർഡർ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ ഓർഡർ വന്നിട്ട് അപ്പം തന്നെ അത് പിന്നെ നമുക്ക് മനസ്സിലായി. ഒരു ദോശ വാങ്ങിക്കും, ഒരു ഇഡ്ഡലി ഉണ്ടാവും, ഒരു എല്ലാ ഐറ്റംസൊന്നും ഓരോന്ന് വാങ്ങിക്കും. ഈ സാധനം ഇവിടെ ഡെലിവറി ആവുന്നതിന് മുന്നേ തന്നെ നമുക്കിവിടെ നെഗറ്റീവ് വീഴും, 1 സ്റ്റാർ. ഈ ഒരു 1 സ്റ്റാർ കഴിയുമ്പോൾ നമ്മുടെ 5 5 സ്റ്റാർ പോകും. അപ്പം നമ്മുടെ റേറ്റിംഗ് താഴേക്ക് വരും. അത് പിന്നെ നമുക്ക് മനസ്സിലായി അത് ഒരു ഹോട്ടലുകാർ തന്നെ അവർ തന്നെ ഇത് ചെയ്ത. കാരണം എനിക്ക് ഇടയ്ക്കൊരു കോള് വന്ന് അവർ നമ്മളെ ഒന്നും അറിയാത്തവരെ പോലെ ഇപ്പം സ്വിഗ്ഗി ഇങ്ങനെ ഞാനിങ്ങനെ ആലുവയിൽ നിന്നാണ് വിളിക്കുന്നത്, പറവർക്കവലയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സ്വിഗ്ഗി സൊമാറ്റോയിലൊന്ന് ജോയിൻ ചെയ്യണം, എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് ചെറിയൊരു കടയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കടയുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് ആ കടയിൽ തന്നെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ സ്വിഗ്ഗി സൊമാറ്റോയ്ക്ക് വെറുതെ കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല അപ്പോൾ എനിക്ക് അതിൽ കൂടിയൊക്കെ ചെയ്യണം. പക്ഷേ ഞാൻ എന്നോട് വിളിക്കുന്നവർക്കെല്ലാം എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പം ഞാനെല്ലാം പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെയൊരു ഹോട്ടലുണ്ട്, ഇന്ന പോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞു അതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. അപ്പം ഞാൻ പറഞ്ഞു അത്രയും വലിയ ഹോട്ടൽ ചെയ്യുന്ന നിങ്ങളാണോ ഈ പെട്ടിക്കട നടത്തുന്ന എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നിരിക്കുന്നത്? നമ്മളൊരു പെട്ടിക്കടയാണ്. കാരണം അന്ന് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പെട്ടിക്കടക്കാരുടെ അടുത്ത് ഈ വലിയ ഹോട്ടലുകാർ സംശയം ചോദിക്കാൻ വേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ഇത് നമ്മൾ കളിയാക്കിയത് പോലെയല്ലേ. അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ റേറ്റിംഗ് എങ്ങനെയാണ് താഴുന്നത്, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന്. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കൂടുതലും അവർ തന്നെയാണ്. കാരണം അവർക്ക് നമ്മുടെ ഇത് കുറയ്ക്കുക. കാരണം അവർക്കാണ് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടായിരുന്നത്, വേറെ അധികം ബ്രേക്ക്ഫാസ്റ്റുകാരില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് വേണം. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് എന്തോ ഒരു അസൂയ നമ്മളോട് തോന്നി. അപ്പോൾ അങ്ങനെ എൻ്റെ ഇത് കുറച്ച് പിന്നെ ഇതുപോലെ എനിക്കപ്പോൾ ഇൻ്റർവ്യൂസ് വന്നപ്പോൾ കുറച്ച് ഇൻ്റർവ്യൂസിലൊക്കെ ഞാനിത് പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ വലിയ നെഗറ്റീവ് വരാറില്ല. മറ്റേ നമ്മളിങ്ങനെ ഒരു 4.4 5 6 കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു അടുപ്പിച്ച് 2 എന്നിട്ട് ഡെലിവറി പാർട്ണർക്ക് 5 സ്റ്റാറും കൊടുക്കും. അപ്പം തന്നെ നമുക്കറിയാം, കാരണം ഇത് ഫുഡ് മോശമായിട്ട് ചെയ്യുന്നവരല്ല. പിന്നെ അതേപോലെ ചിലർ ഒരു കസ്റ്റമർ, അതൊരു ലേഡി ആയിരുന്നു, അവർ സ്ഥിരമായി എൻ്റെ റേറ്റിംഗ് ഇതാക്കും. കാരണം അവരൊരു ദിവസം എനിക്ക് ഓർഡർ ചെയ്തു. അപ്പം നമ്മളിപ്പോൾ ഒരു സെറ്റ് ഇഡ്ഡലി ദോശ ഇതങ്ങനെ സെറ്റായിട്ട്, അപ്പോൾ അതിൽ ഒരു സെറ്റിനകത്ത് ഇഡ്ഡലി ഉണ്ടാവും, സാമ്പാറുണ്ടാവും, ചട്നി ഉണ്ടാവും. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 1 ഇഡ്ഡലി 2 ഇഡ്ഡലി അങ്ങനെ വാങ്ങാം. കാരണം അപ്പോൾ അത് കസ്റ്റമർ തന്നെ നമ്മളോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇട്ടത്. കാരണം ഇപ്പോൾ ഒരു 3 ഇഡ്ഡലി വാങ്ങിക്കുന്ന ഒരാൾക്ക് അത് തികയില്ല. അപ്പോൾ അവർക്കൊരു അടുത്ത ഒരു സെറ്റും കൂടി വാങ്ങണ്ട. അപ്പോൾ എക്സ്ട്രാ 1 ഇഡ്ഡലി കൂടെ വാങ്ങുമ്പോൾ അവർക്ക് ഓക്കെ ആകുമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പം ഒരു കസ്റ്റമർ എനിക്ക് ഓർഡർ ചെയ്തിട്ട് ഒരു സെറ്റ് ഇഡ്ഡലി ഓർഡർ ചെയ്തു. പിന്നെ ഒരു 10 ഇഡ്ഡലിയും കൂടി ഓർഡർ ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എക്സ്ട്രാ കുറച്ച് സാമ്പാറും ചമ്മന്തിയും കൊടുത്തു വിടണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു സാമ്പാറും ചമ്മന്തിയും കൂടി ഉള്ള സെറ്റായിട്ടുള്ളത് അതിലുണ്ട്, അത് വില കൂടുതലാണ്, അതുകൊണ്ട് അത് വേണ്ട, സാമ്പാറും ചമ്മന്തിയും ഒരു ദിവസം കൊടുത്തു വിട്ടു. രണ്ടാമത് വീണ്ടും ഓർഡർ ചെയ്തു.
അന്നും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഇഡലി മാത്രം ഓർഡർ ചെയ്തിട്ട് എക്സ്ട്രാ സാമ്പാറും ചമ്മന്തിയും കൊടുത്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതത്ര ശരിയായൊരു ഇതല്ലല്ലോ. നമ്മൾ അങ്ങനെ ആവശ്യക്കാർക്ക് വേണ്ടി സാമ്പാറും ചമ്മന്തി അത് ഇട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഈ വില കൊടുത്ത് സാധനങ്ങളും വാങ്ങിച്ച് സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും കമ്മീഷനും കൊടുത്തിട്ട് അപ്പോൾ അവർ 1-2 പ്രാവശ്യം ബാഡ് കമൻറ്റ് ഇട്ടു. പിന്നെ ഈ അന്ന് നമുക്ക് ഇത് പേരറിയില്ല, ആരാണ് വാങ്ങുന്നതെന്ന് അറിയില്ല. ഇത് വാങ്ങിക്കും, ഒരു ഓർഡർ ചെയ്ത് ഒരു സെറ്റ് ഇഡലിയെങ്കിലും വാങ്ങിക്കും, വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യും, നെഗറ്റീവ് കമൻറ്റ് വിടും. ഇനി ഇവിടെ നിന്ന് ആരും ഫുഡ് വാങ്ങിക്കരുതെന്ന് വരെ കമൻറ്റ് ഇടും. അപ്പോൾ ഈ ആളിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, കാരണം എന്നെ വിളിക്കുമായിരുന്നല്ലോ. അപ്പം ഞാൻ നേരെ തിരിച്ച് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഫുഡ് മര്യാദയ്ക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് പൈസ കൊടുത്ത് വാങ്ങി കഴിക്കണം, അല്ലാണ്ട് നമ്മളെപ്പോലെ ജീവിക്കാൻ വേണ്ടി ഒരിതും കൊണ്ടിരിക്കുന്നവരടുത്ത് ഓസിന് വാങ്ങി തിന്നാനിരിക്കരുത്. പൈസ ഇല്ലെങ്കിൽ അത് പറഞ്ഞു ഓക്കെ ഞാൻ തരും, ഒരുപാട് പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, ഇല്ലാത്തൊരാളാണെങ്കിൽ തരും. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ആരും വാങ്ങരുതെന്നും പറഞ്ഞപ്പോൾ ഇയാൾ മെസ്സേജ് ഇട്ടാലും എൻ്റെ ഫുഡ് വാങ്ങി കഴിക്കുന്നവർ എൻ്റെ അടുത്തുനിന്ന് വാങ്ങും. അപ്പം അതുകൊണ്ട് ഇത്രയും തരം താഴ്ന്ന പണി കാണിക്കരുതെന്നാണ് ഞാൻ വിളിച്ച് തന്നെ അങ്ങ് പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല, ഞാൻ പറഞ്ഞു എനിക്കറിയാമെന്ന് പറഞ്ഞു. അതിൽ ആര് കമൻറ്റ് ഇട്ടുവെന്നും ആരുടെ കമൻറ്റാണെന്നും എനിക്കറിയാം. അതിൽ പിന്നെ പിന്നെ സൊമാറ്റോയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം അതിലിപ്പോൾ ഒരു ഓർഡർ വന്നാൽ അറിയാം കസ്റ്റമർ ആരാണ്, അവരുടെ പേരും സ്ഥലവും കാര്യങ്ങളും ഒക്കെ അറിയാം. അതിലിപ്പോൾ എനിക്കിവിടെ ഇടപ്പള്ളി പാലാരിവട്ടം ഇവിടെ നിന്നൊക്കെ എനിക്ക് ഓർഡറുകൾ വരാറുണ്ട്. അപ്പം മെനങ്ങാന്ന് തന്നെ കുറച്ച് കറികളുടെ മാത്രം ഓർഡർ വന്നു. അതുകൊണ്ട് ഇടപ്പള്ളിയിൽ നിന്ന് തന്നെ അപ്പോൾ ഡെലിവറി പാർട്ണർ എന്നോട് പറഞ്ഞു ചേച്ചി ഇത് ഇടപ്പള്ളി വരെ കൊണ്ടുപോകാനുള്ളതാണെന്ന്. അപ്പം അങ്ങനെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് കാക്കനാട് നിന്നൊക്കെ എന്നെ വിളിക്കാറുണ്ട്, എങ്ങനെയാണ് ഓർഡർ ചെയ്യാൻ പറ്റുക, സൊമാറ്റോയിൽ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് ഓർഡർ വിളിക്കുന്നവരുണ്ട്. ചാണക്യ പുരസ്കാരം അങ്ങനെ എന്തോ പുരസ്കാരങ്ങളൊക്കെ കിട്ടി. ചാണക്യ പുരസ്കാരം കിട്ടി. എറണാകുളം ജില്ലയിലെ ബെസ്റ്റ് വനിതാ സംരംഭയ്ക്കുള്ള ചാണക്യ പുരസ്കാരം ഭാരതീയ വ്യാപാരി വ്യവസായി സംഘടനത്തിന് കിട്ടിയായിരുന്നു. ഇപ്പം അങ്ങനെ വൈറലായി നിൽക്കുകയാണ്. മോളും ഫുൾ സപ്പോർട്ട്, മോളും ഹസ്ബൻഡും മോനും. നമുക്കെന്നാ പുള്ളിക്കാരി ഒന്ന് വിളിച്ചാലോ? അമൃത എന്നല്ലേ പേര്? അമൃത. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ വുമൻ അമൃത, രാജി ചേച്ചിയുടെ മകളാണ്. ഹായ് അമൃത. അമൃത ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ BBA ഏവിയേഷൻ 3rd year ആയി. ഇപ്പോൾ ചേച്ചി പറഞ്ഞായിരുന്നു ഇങ്ങനെ ഡെലിവറിക്കൊക്കെ അമൃതയാണ് സപ്പോർട്ട് ചെയ്തത്, ഫുൾ സപ്പോർട്ടായിരുന്നു, കുക്കിങ്ങിനായാലും ഡെലിവറിക്കായാലും. അപ്പോൾ ആദ്യ സമയത്ത് ഈ കോവിഡ് സമയത്തായിരുന്നല്ലോ ഡെലിവറി ഒക്കെ ചെയ്തിരുന്നത്. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ഒക്കെ തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ കസ്റ്റമറുടെ ഭാഗത്തുനിന്നും? അങ്ങനെ നെഗറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ എന്നുവെച്ചാൽ വിഷമം തോന്നിയിട്ടുണ്ട്. നമ്മൾ അവർ ഓർഡർ ചെയ്ത ഫുഡായിരിക്കും കൊണ്ട് ചെല്ലുക, ബട്ട് ചെല്ലുമ്പോൾ എന്തോ നമ്മൾ ഭയങ്കര ബാഡായിട്ട് വെച്ചാൽ നമ്മളെന്തോ വൃത്തികെട്ട ആൾക്കാർ എന്നുള്ളൊരു മട്ടിൽ ഇങ്ങനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന പോലെയൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കുറേ. പിന്നെ നമ്മൾ ഒന്ന് അപ്പായി വരുന്ന ടൈമിൽ ആ ഒരു ഇത് മാറ്റിയെടുത്തിട്ട് പിന്നീട് അവർ നമ്മളെ വിളിക്കുമല്ലോ ഓർഡർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഡെലിവറി ഇല്ല, പകരം വന്നെടുക്കണം എന്നുള്ളൊരിതിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ക്ലാസ്സിന് പോകുന്നതൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടാണല്ലേ? കാരണം എനിക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ രാവിലെ ആയിരുന്നു. ആ ടൈമിൽ രാവിലത്തെ ഫുഡ് കൊടുത്ത് അങ്ങനെ പോകുമായിരുന്നു. സെക്കൻഡ് ഇയർ 3rd year ആയപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ശേഷമായി ക്ലാസ്. അപ്പോൾ ഈ പറയണ പോലെ ഉച്ചയ്ക്കുള്ള ഫുഡും കൊണ്ട് പോയി എല്ലാവരും ആലുവ ആ ഒരു ഏരിയയിലേക്കുള്ളതെല്ലാം കൊടുത്തിട്ട് കോളേജിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ എന്താ പറയുന്നത്? അമ്മയും വൈറലായി, മോളും വൈറലായി. ഫ്രണ്ട്സ് എല്ലാം നല്ല സപ്പോർട്ട് തന്നെയാണ്, കാരണം അവർക്കും ഇഷ്ടമാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെല്ലുന്നത് കൊണ്ട് ഒരു ഇഷ്ടമുണ്ട്. എന്നാലും കുറച്ചൊക്കെ നെഗറ്റീവ് അടിക്കുന്നവരും ഉണ്ട്. ഫുഡിനെ പറ്റിയൊക്കെ ഫ്രണ്ട്സ് പറയാനുണ്ട്, അവർക്കൊക്കെ ഇഷ്ടം. ഞാൻ എന്നും പോകുമ്പോൾ ഫുഡും കൊണ്ടാ പോകുന്നത്. കോളേജിൽ വേറെ പേര് കിട്ടില്ലല്ലോ, കാരണം നേരത്തെ ഇറങ്ങിയ ഫുഡൊക്കെ കൊടുത്ത് വേണ്ടി പോകാൻ. അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയൊരു പൊതി കിട്ടുമ്പോൾ ഇയാൾക്ക് ചെറിയൊരു പൊതിയാക്കി കൊടുക്കും. ഇപ്പോൾ കോളേജിൽ പോയിരുന്നിട്ട് 3 മണിക്കായിരിക്കും, കാരണം അവിടെ എത്തുമ്പോഴേക്കും ക്ലാസ്സിൻ്റെ സമയമാവും. ഒരു 3 മണി സമയത്തായിരിക്കും ആൾ കഴിക്കുന്നത്. അപ്പം കൊണ്ടുപോകുന്നത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യും. എങ്ങനെയായിരുന്നു അമൃത ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ബസ്സിന് കയറി ആലുവ ഇറങ്ങി. എനിക്ക് ആലുവയിൽ നിന്ന് മെട്രോയിലാണ് ഞാൻ പോകുന്നത്. പിന്നെ ആലുവ ഏരിയയിലുള്ളതെല്ലാം നടന്നൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ നിന്ന് നേരെ ക്ലാസ്സിൽ പോകാൻ ലേറ്റ് ആയിട്ടുണ്ടോ ഈ ഒരു ഡെലിവറി കാരണം? ഇല്ല, വീട്ടിൽ നിന്ന് മാക്സിമം നേരത്തെ ഇറങ്ങാൻ നോക്കും. അത് കാരണം അങ്ങനെ കോളേജിലേക്ക് ലേറ്റ് ആവേണ്ടി വന്നിട്ടില്ല. കാരണം നമുക്കറിയാം അവിടെ 1:30 എത്തണം, കാരണം നമുക്ക് പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് അറ്റൻഡൻസ് വരുന്നത്. അപ്പം അത് കാരണം കറക്റ്റ് 1:30 എന്നുള്ളതാണ് നമ്മുടെ പഞ്ചിങ് ടൈം. അതിന് മുന്നേ അവിടെ എത്തേണ്ടത് കൊണ്ട് വീട്ടിൽ നിന്ന് മാക്സിമം നേരത്തെ ഇറങ്ങും. ഓക്കെ. ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു അമൃത ഷെഫ് പിള്ളയുടെ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫ്ലവേഴ്സ് ചാനലിൽ
ഷെഫിലൊരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. കുക്കിംഗ് അല്ല, നമ്മൾ വീട്ടിൽ നമ്മുടെ സ്പെഷ്യൽ എന്താണോ ഉള്ളത് അത് ഷെഫിന് ഗിഫ്റ്റായിട്ട് കൊണ്ട് ചെല്ലാവോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കൂടുതലും ഈ പറയുന്ന പോലെ മെസ്സും ലഞ്ചും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു ലഞ്ച് ബോക്സിൻ്റെ ഇതായിരുന്നു കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ ആ ടൈമിലൊരു ഈ ലഞ്ചിൻ്റെ മാത്രമായിട്ടൊരു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് സ്പെഷ്യലായിട്ട് വരുന്നൊരു ലഞ്ചും കൊണ്ടാണ് ഞാൻ ഷെഫിനെ കാണാൻ പോയത്. അമ്പത്തേനെ ഫ്രണ്ട്സ് ആരെങ്കിലും നിന്നെ കളിയാക്കിയിട്ടുണ്ടോ ഡെലിവറി ചെയ്ത് നടക്കുന്നത് കൊണ്ടെന്ന് പറഞ്ഞു? ഇല്ല, അങ്ങനെ കളിയാക്കലൊന്നും ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും മാക്സിമം സപ്പോർട്ടാണ്. കാരണം അവർക്ക് അറിയാം ഞാനിത് കഴിഞ്ഞാൽ ചെല്ലുന്നത്. ആ ഒരു ഇതിൽ എപ്പോഴും എനിക്ക് എല്ലാ ബേസിസിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് സപ്പോർട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ കളിയാക്കലൊന്നും ദൈവം സഹായിച്ചു തരില്ല. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കുറേ അമ്മമാർ ഒക്കെ ഉണ്ടാവും, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഹസ്ബൻഡിൻ്റെ ചിലവിൽ മാത്രം ജീവിച്ചു പോകുന്ന അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എല്ലാവരോടും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു 5000 പേരെങ്കിലും എൻ്റെ അടുത്ത്, ഞാൻ സൺഡേ ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു ക്ലൗഡ് കിച്ചൺ എങ്ങനെ നടത്താം എന്നുള്ളവർക്ക്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഞാൻ വിളിച്ച് വരുന്നു, അവർക്ക് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഞാൻ വീട്ടിൽ വന്ന് അവർക്ക് അപ്പോൾ ഒരു കുറേ വിളിക്കുമ്പോൾ ഞാനൊരു 4-5-10 പേരെ ഒരുമിച്ച് വരാൻ പറയും. ഒരുമിച്ച് വന്ന് അവർക്ക് ഒരുമിച്ച് ഞാനിതിൻ്റെ ക്ലാസ് എടുത്ത് എല്ലാ മെറ്റീരിയൽസും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത്, ഇനിയിപ്പം എനിക്ക് ഓർഡർ വരുന്ന കുക്കിങ്ങിൻ്റെ ടൈമാണെങ്കിൽ ഞാനത് ചെയ്യുന്നത് വരെ അവർക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരുപാട് പേര് തുടങ്ങി രക്ഷപ്പെട്ട ആൾക്കാരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് ദിവസം ഒരു 5 കോളെങ്കിലും വരും ഡൗട്ട് ചോദിക്കാനും, എങ്ങനെ തുടങ്ങണം എന്നറിയില്ലാത്തവർ, എങ്ങനെ സ്വിഗ്ഗി സൊമാറ്റോയിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ തിരക്കാണെങ്കിൽ ഞാനൊരു സമയം കണ്ടെത്തി അവരോട് പറയും ഇന്ന സമയത്ത് തന്നെ വിളിച്ചോ. കാരണം ചിലപ്പോൾ ഞാൻ നല്ല മുള്ളയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും വിളിക്കുന്നത്. അപ്പം ഞാൻ പറയും തിരക്കാണ്, ഞാൻ തിരിച്ച് വിളിച്ചോളാം. തിരിച്ച് വിളിക്കും, ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആവുന്ന ടൈമിൽ ഞാൻ തിരിച്ച് വിളിക്കും, അവർക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ പിന്നെ ഇൻസ്റ്റയിലാണ് കൂടുതലും മെസ്സേജുകൾ വരും. മെസ്സേജ് വന്നാലും ഞാൻ അതിന് സമയം കിട്ടുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും കൊടുക്കും. അപ്പോൾ അവർക്കൊക്കെ എനിക്കിപ്പോൾ എല്ലാവരോടും പറയാനുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവുകളുണ്ടാവും. ഇപ്പോൾ കുക്കിംഗ് തന്നെ ആവണമെന്നൊന്നും ഇല്ല, എന്ത് കാര്യങ്ങളൊക്കെ പക്ഷേ പലരും അതിനെ വിനിയോഗിക്കുന്നില്ല, പലർക്കും മടിയാണ്. പിന്നെ എനിക്ക് തന്നെ ഉദാഹരണം ഞാൻ പറയും, ഓരോരുത്തരും ഒരു ചെറിയ ഒരു തലവേദന വന്നാൽ അവർ പറയുന്നത് എനിക്ക് എന്തോ വലിയ അസുഖമാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്വയം വിധി എഴുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്ന ഇതാണ്, ഇപ്പം 7-8 സർജറി കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഒരു അരമണിക്കൂർ എനിക്ക് നിൽക്കാൻ കഴിയില്ലായിരുന്നു. കാരണം എൻ്റെ നട്ടെല്ലിനാണ് എനിക്ക് അനസ്തേഷ്യ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു അരമണിക്കൂർ നിൽക്കാൻ കഴിയില്ലായിരുന്നു. ആഴ്ച ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. അപ്പം അങ്ങനെ കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇന്ന് എനിക്ക് അസുഖങ്ങൾ ഇല്ല എന്നല്ല, എനിക്കുണ്ട് എൻ്റെ വേദന, പക്ഷേ ഒരു ഹോസ്പിറ്റലിലേക്കൊന്നും പോകാനുള്ള ടൈം എനിക്കില്ല. എനിക്ക് കിഡ്നി സ്റ്റോണിന് ഉണ്ടായിരുന്നു, പിന്നെ ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നു, പിന്നെ യൂട്രസ് റിമൂവ് ഉണ്ടായിരുന്നു, അത് മുന്നേ സിസ്റ്റ്, മോൾക്ക് 1 വയസ്സായപ്പോൾ എനിക്ക് യൂട്രസിൽ സിസ്റ്റ് വന്നു. അപ്പം അത് ആദ്യം എടുത്ത് കളഞ്ഞു. പിന്നെ 2 സിസേറിയൻ ആയിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ യൂട്രസ് റിമൂവ് ചെയ്തു, ഓവർ റിമൂവ് ചെയ്തു, പിന്നെ 2-3 കിഡ്നി സ്റ്റോൺ ചെയ്തു. പിന്നെ നാക്കിലൊരു ബ്ലഡ് ഇതിങ്ങനെ ക്ലോട്ടായി വന്നിട്ട് നാക്കിനൊരു സർജറി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് സർജറികളുടെ ഒരു പരമ്പര തന്നെ ആയിരുന്നു കുറേ നാൾ. കുറച്ച് ഇത് വന്നിട്ട് എനിക്കൊരു പനി വന്നു, പെട്ടെന്നൊരു പനി വന്നിട്ട് പിന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലായിരുന്നു. ശരിക്കും ഞാൻ കിടന്നു പോയി, കാരണം എൻ്റെ കാലൊന്നും എനിക്ക് അനക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെ അത്രയും ട്രീറ്റ് ചെയ്തു, മരുന്നുകൾ ചെയ്തു, എനിക്ക് നടന്ന് കൊച്ചു പിള്ളേരെ നടത്തുന്നത് പോലെ പിടിച്ചെന്നെ നടത്തി, അങ്ങനെയാണ് എന്നെ നടത്തിച്ചു കൊണ്ടുവന്നത്. എനിക്കൊരു അരമണിക്കൂർ നിൽക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് എൻ്റെ അസുഖങ്ങളില്ല, ഇന്നെനിക്കൊന്നും അറിയുന്നില്ല, ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പം നമ്മളൊരു സ്വന്തമായൊരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായൊരു വരുമാനം വരുമ്പോൾ, ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഒന്നിൻ്റെ ഫണ്ട് വരുമ്പം എൻ്റെ അക്കൗണ്ടിൽ വരും, ഒന്ന് മോളുടെ അക്കൗണ്ടിൽ വരും, ഒന്നിപ്പം നമ്മളിപ്പോൾ ഒരു മില്ലറ്റ് കഫേ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു എണ്ണം കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സൊമാറ്റോയിൽ. മില്ലറ്റിൻ്റെ മാത്രമായിട്ടുള്ള ഇത് കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒന്നിൻ്റെ ഫണ്ട് വരുമ്പോൾ അവൻ്റെ ഇതിലേക്ക് വരും. അപ്പോൾ അവർക്കുള്ള ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്ക് അവർക്കെടുത്ത്, ഇപ്പം മോൾക്ക് വണ്ടിക്കൂലിയും കാര്യങ്ങളും, അവൾക്ക് കോളേജിലെ ചിലവും പല ആവശ്യങ്ങളും വരും, അവൾക്ക് ആരോടത്തും ചോദിക്കണ്ട, അവളുടെ അടുത്ത് വരും, അവളുടെ ആവശ്യത്തിന് എടുക്കുന്നു, അവൾ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അവനെന്തെങ്കിലും വേണം, അത് അവൻ്റെ ഇതിലേക്ക് വരുമ്പോൾ അത് അവനെടുക്കുക. അപ്പോൾ എനിക്കതുപോലെ തന്നെ ഇപ്പോൾ എപ്പോഴും ഹസ്ബൻഡിനെ ആശ്രയിക്കേണ്ട,
ഒരു 100 രൂപ താ അല്ലെങ്കിൽ ഒരു 50 രൂപ താകുമ്പോൾ എനിക്ക് ഇന്ന ആവശ്യത്തിന് പോകണം എന്നെനിക്ക് പറയണ്ട. കാരണം നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് ഇതിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് അവർക്ക് പൈസകൾ കൊടുക്കണം. എനിക്ക് ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട, നമ്മൾ പറയും അച്ഛന് എത്ര കൊടുത്തു അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്ര കൊടുത്തു എന്ന് പറയെങ്കിലും ഇപ്പോൾ അവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും അവനവൻ്റെ കഴിവുകൾ വിനിയോഗിക്കുക, സ്വയം പര്യാപ്തരാകുക. ഇപ്പം എൻ്റെ ഇതിൽ ഞാൻ പര്യാപ്ത ആയതോടുകൂടി എൻ്റെ 2 മക്കളെ ഞാൻ പര്യാപ്തരാക്കിയിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ ഞാൻ എപ്പോഴും പറയും, എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള ഇത്. അപ്പോൾ അവൻ ചെറിയൊരു ലഞ്ച് ബോക്സിൻ്റെ ഒരു ചെറിയ സംരംഭം അവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് തന്നെ ഇതെല്ലാം അവൾക്കറിയാം. ഇപ്പോൾ പർച്ചേസ് ആണെങ്കിലും കാര്യങ്ങളായാലും ഇപ്പോൾ 10,000 രൂപ അവളുടെ കയ്യിലോട്ട് കൊടുത്തു വിട്ടിട്ട് നീ ഇന്നത് ചെയ്തിട്ട് വാന്ന് പറഞ്ഞാലും അവളത് കൊണ്ടുപോയി സാധനങ്ങൾ കറക്റ്റാக മേടിച്ച് എല്ലാം പർച്ചേസ് ചെയ്ത്. ഇപ്പോൾ ആലുവയിൽ തന്നെ അവൾ വൈകിട്ട് വരുമ്പം 3-4 കടകളിൽ നിന്ന് ചിലപ്പോൾ സാധനം വാങ്ങിക്കണം. പച്ചക്കറി ഉണ്ടാവും, പലചരക്ക് ഉണ്ടാവും, പാക്കിങ് സാധനങ്ങളുണ്ടാവും, പിന്നെ ചിലപ്പോൾ ബേക്കറിയിൽ നിന്നുള്ള സാൻഡ്വിച്ച് ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം അവൾ ഈ കടകളിലെല്ലാം കയറി വാങ്ങിക്കും. എല്ലാം വാങ്ങിച്ചിട്ട് ചിലപ്പോൾ ഒരു ഓട്ടോയിലായിരിക്കും അവൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അത് എത്ര പൈസ കൊടുത്താലും അവരത് ചെയ്യാം എന്നുള്ള സ്വയം പര്യാപ്തരായിക്കഴിഞ്ഞു. അപ്പം നമ്മൾ അമ്മമാരൊരു സംരംഭകരോ ആകുന്നതിലൂടെ മക്കളെ കൂടി നമ്മൾക്ക് ആ രീതിയിലേക്ക് വളർത്താൻ കഴിയും.